എൻ്റെ പേര് സൗമ്യ. ഞാൻ കണ്ണൂർ ജില്ലയിൽ കാലാങ്കി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 29/12/2022 പിന്നീട് അത് 29/6/2023 പുതുക്കുകയുണ്ടായി. 2 വർഷത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും തലയ്ക്ക് മുറിവുണ്ടാവുകയും ചെയ്തു. CT സ്കാൻ എടുത്തപ്പോൾ തലച്ചോറിനുള്ളിൽ മുറിവുണ്ടെന്നും അത് ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പറഞ്ഞു. ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോൾ കോമ സ്റ്റേജ് വരെ പോകുന്ന പേഷ്യൻ്റെയൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഞാനും ഒരു നേഴ്സാണ്, ICUലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുള്ള പേഷ്യൻ്റെയൊക്കെ കോമ സ്റ്റേജ് വരെ പോകുന്നത് ഞാൻ ICUയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മറ്റൊന്നും ഓർക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു. അതോടൊപ്പം തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും മാതാവിൻ്റെ തൈലം ഇടയ്ക്കിടയ്ക്ക് ചേട്ടായ തലയിൽ തൂത്തു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ബ്ലീഡിംഗ് ഒന്നും വരാതെ, ഒരു കുഴപ്പവും ഉണ്ടാകാതെ മാതാവ് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ ബ്രസ്റ്റിൽ ചെറിയൊരു പൊള്ളലുണ്ടായി. ചെറിയൊരു പൊള്ളലായിട്ടാണ് പൊള്ളൽ വന്നതെങ്കിലും അത് 1.5 മാസമായിട്ട് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. 1.5 ദിവസം ഞാൻ ഡ്രസ്സിങ്ങിന് പോകുകയും ആശുപത്രിയിൽ പോയി ഡ്രസ്സിങ് ചെയ്യുമെങ്കിലും അത് പഴുക്കുകയും കൂടുകയുമാണ് ചെയ്തത്. മുറിവ് ഉണങ്ങുന്നുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ അവിടെ മാതാവിൻ്റെ വിശുദ്ധ തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിന് ഫലമായി 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആ വിശുദ്ധ തൈലം തൂത്തതിൻ്റെ ഫലമായി എൻ്റെ പൊള്ളിയത് ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു പോറൽ പോലും ഇല്ലാതെ നന്നായി ഉണങ്ങുകയാണ് ഉണ്ടായത്. ജീവകാരുണ്യ പ്രവർത്തനമായി ഞാൻ ചെയ്തത് അടുത്തുള്ള അനാഥ മന്ദിരത്തിൽ പോയി അവിടെയുള്ളവർക്ക് ഭക്ഷണം നൽകുകയും അതോടൊപ്പം തന്നെ വിശന്ന് വലിഞ്ഞ് എൻ്റെ മുമ്പിൽ വരുന്ന കൈനീട്ടി വരുന്ന എല്ലാവർക്കും ഭക്ഷണം മേടിക്കാനുള്ള പൈസ ഞാൻ കൊടുക്കുകയും ചെയ്തു. പ്രേക്ഷിത വേലയായി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി മാതാവിനെക്കുറിച്ചും കൃപാസനം പത്രത്തെക്കുറിച്ചൊക്കെ പറയുകയും അവർക്ക് കൃപാസനം പത്രം വിതരണം ചെയ്യുകയുമാണ് ഉണ്ടായത്. ഇത്രയെല്ലാം തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 33:18 ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. സൗമ്യ ഫ്രാൻസിസ് എന്ന സഹോദരിയും ജീവിത പങ്കാളിയും 2 പേർക്ക് ലഭിച്ച 2 ജീവിതാനുഭവങ്ങളെ അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ നന്ദിയായി സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തേത് സഹോദരനുണ്ടായ ഒരു അപകടവും അതിൽ ബ്ലീഡിങ്ങിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ഉടമ്പടി കാശുരൂപം ശിരസിൽ വെച്ചും ഉടമ്പടി തൈലം ശിരസിൽ പൂച്ചിയും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ പൂർണ്ണ ശരണത്തോടെ പ്രാർത്ഥിക്കുന്നത് വഴി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വേഗം സഹോദരന് മടങ്ങുവാൻ പറ്റിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത് ദേഹത്തുണ്ടായ ഒരു പൊള്ളൽ, അത് അനുദിനം കൂടുതൽ വഷളാവുകയും വലുതാവുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 1.5 മാസം എത്തിയിട്ടും അതുണങ്ങാതെ, മുറിവുണങ്ങാതെ, എത്ര മരുന്ന് കഴിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ലാതെ നിൽക്കുന്ന നാളുകളിലാണ് ഉടമ്പടി തൈലം അവിടെ പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി സൗഖ്യത്തിനു വേണ്ടി അമ്മ മാതാവ് വഴി ഈശോയിൽ ആശ്രയിക്കുകയും ചെയ്യുക. 3 ദിവസം കൊണ്ട് അത്ര നാളും ഉണങ്ങാതിരുന്ന ആ മുറിവ് പാടുപോലുമില്ലാതെ ഉണങ്ങിക്കിട്ടി എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ഓരോ ഉടമ്പടിയുടെ നേർച്ച പുസ്തകം അത് നിരവധി തവണ ആശീർവദിച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകമാമിതൻ ജോസഫച്ചൻ തൻ്റെ ദൈവകൃപയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥനയിലൂടെ, അമ്മയിൽ ആശ്രയിച്ചുള്ള മധ്യസ്ഥതയിലൂടെ അത് ഫലമായി തീരുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് നമുക്ക് കൈമാറുന്നവയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ അവ പ്രയോഗിക്കുമ്പോൾ നമുക്കത് ഔഷധമായി മാറുന്നു, നമുക്കത് അഭിഷേകത്തിനുള്ള കാരണമായി മാറുന്നു, നമുക്കത് ആത്മധൈര്യം പകരുന്ന വസ്തുവായി മാറുന്നു. അതോടൊപ്പം തടസ്സങ്ങളും തിന്മയുടെ സ്വാധീന ശക്തികളും അകലുന്നതിന് നമുക്കത് കാരണമായിത്തീരുന്നു. അതുകൊണ്ടാണ് നേർച്ച വസ്തുക്കൾ എപ്പോഴും ഏറ്റവും ശ്രദ്ധയിലും ഏറ്റവും വിശ്വസ്തതയിലും ഉപയോഗിക്കണമെന്ന് ആവർത്തിച്ച് നമ്മളോട് പങ്കുവയ്ക്കപ്പെടുന്നതും അതധികം കൈമാറാൻ പാടില്ലെന്നും ഉടമ്പടിയിലായിരിക്കുന്നവർ മാത്രമാണ് ഉടമ്പടി തൈലം മറ്റുള്ളവർക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി നൽകേണ്ടതെന്നും അച്ഛൻ പറയുന്നതിൻ്റെ കാരണം ഉടമ്പടിയുടെ ഫോർമാറ്റിൽ ഉടമ്പടിയുടെ അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ കൃപയിലാണ്
അത് നമുക്ക് ആക്ടിവേറ്റായി മാറുക. അതുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളെ ഏറ്റവും വിശ്വാസത്തോടും വിശ്വസ്തയോടും നമുക്ക് ഉപയോഗിക്കാം. നമുക്കത് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.